in the kitchen, chaos brews. Gravy splatters on my shoes. ടർക്കി അങ്ങനെയല്ലല്ലോ അത് പറയണ്ടേ, നോക്കട്ടെ. Turkiye is how you say Turkey. ഓക്കെ, എന്നവിടെ പോവാം. ഇത് മിക്കവാറും ഒരു ഫുഡ് വ്ലോഗ് ആവാൻ ചാൻസ് ഉണ്ട്. എയർപോർട്ടിൽ കയറി ഇപ്പോൾ തുടങ്ങുള്ള വിശപ്പാണ്. പിന്നെ എപ്പോഴത്തെയും പോലെ ലേറ്റായി വന്നിട്ട് എയർപോർട്ടിനകത്ത് കിടന്നുള്ള ഓട്ടം. പിന്നെ ഫ്ലൈറ്റിനകത്ത് എത്ര കണ്ടാലും മതി വരാത്ത ചില കാഴ്ചകൾ. എന്നാലും പൈലറ്റ് ഞങ്ങളെ 10 മിനിറ്റ് മുന്നേ എത്തിച്ചു. 1.5 മണിക്കൂർ ടോട്ടൽ ജേണി. പിന്നെ പാതിരാത്രി എത്തി എയർബിഎൻബിയിൽ. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അന്ന് കാലത്ത് എഴുന്നേറ്റ് ഞങ്ങൾ അന്റാലിയയിലെ മെയിൻ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ വിചാരിച്ചു. അന്റാലിയയിലെ വിസിറ്റേഴ്സ് അട്രാക്ഷൻസിലുള്ള ഒരു മെയിൻ ഹൈ റേറ്റിംഗ് ഉള്ള ഒരു സ്ഥലമാണ് ദൂതൻ വാട്ടർഫോൾസ്. അവിടെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഓറഞ്ച് മരങ്ങളായിരുന്നു. പക്ഷെ അവരുടെ ടേസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര പുളിയാണ്. പിന്നെ ഈ ആൾക്കാരെ പറ്റിക്കുന്ന ഈ ഐസ്ക്രീം പരിപാടി എങ്ങനെയാണെന്ന് നോക്കി. ഡിസംബറിൽ UK തണുപ്പ് നോക്കി രക്ഷപ്പെട്ടതാണ്. ഇവിടെ നല്ല വെതറായിരുന്നു കേട്ടോ. ഞങ്ങൾ പുള്ളിയെ പറ്റിക്കാൻ നോക്കിയതാണ്. പക്ഷേ പുള്ളി ഞങ്ങളെ പറ്റിച്ച് 3 ഐസ്ക്രീം വാങ്ങിപ്പിച്ചു. ഈ ദൂതം വാട്ടർഫോൾസിലെ മുകളിൽ നിന്നും താഴ്ത്തുനിന്നുള്ള വ്യൂ നല്ല ബ്യൂട്ടിഫുൾ. അന്റാലിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ബീച്ചസും വാട്ടർഫോൾസ് ഒക്കെയാണ്. പിന്നെ അതിൻ്റെ കളറ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടർ. ഞങ്ങളവിടെ എത്തിയിട്ട് അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു 9 സീറ്റർ ബുക്ക് ചെയ്തായിരുന്നു. അതിലായിരുന്നു യാത്ര. ചെറുതായിട്ടൊന്ന് കറങ്ങിയപ്പോഴത്തേനും വിശന്ന് തുടങ്ങി. ആൾക്കാർക്ക് ഒറ്റ വേർഡ് ഇംഗ്ലീഷ് അറിയില്ല. ഞങ്ങൾ എന്തൊക്കെയോ ആംഗ്യം കാണിച്ച് എത്ര ഐറ്റംസ് ഓർഡർ ചെയ്തു. നമ്മൾ കഴിക്കുന്ന കെബാബില്ലേ, അത് ടർക്കിഷ് ഡിഷാണ്. അത് അവിടെ നിന്ന് കഴിച്ചപ്പോൾ ഒരു ഒത്തന്റിക് ടേസ്റ്റ് ഉണ്ട്. എനിക്കൊന്നും പേര് എനിക്കറിയില്ല. ഞാൻ 2800. ഞാൻ 2700. അതൊന്നും പറ്റില്ല. 3600. കാണിക്കണോ? ഒരു തുർക്കിഷ് ലിറ എന്ന് പറയുന്നത് 2.5 രൂപയാണ്. UK വെച്ച് കമ്പയർ ചെയ്ത് ഭയങ്കര ചീപ്പാണ്. അതാ ഗൈസ് വീണ്ടും ഓറഞ്ച് മരം. അവിടെ നിന്ന് നേരെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ബീച്ചിൽ പോയി. കോണിയാറ്റി ബീച്ച് അങ്ങനെ എന്തോ അതിന് പറയുന്നത്. നല്ലൊരു സ്പോട്ട് കണ്ടാൽ പിന്നെ അത് അങ്ങനെ കുളമായി. അങ്ങനെ ഞങ്ങൾ നൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ്സ് കാണാം. ടർക്കി പോയവരെല്ലാവരും പറഞ്ഞു അവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചീപ്പായിട്ട് കിട്ടും സാധനങ്ങളെല്ലാം. ടർക്കി പോയ പിന്നെ ടർക്കിഷ് ടീ കുടിക്കണമല്ലോ. ടർക്കിഷ് ടീ കുടിക്കാൻ ഞങ്ങൾ അവിടെ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റിൽ പോയി.